പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ ഇന്നൊരു പുതിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ്. കൺഫ്യൂസിങ് ഫാക്ട്സ് നമുക്ക് SCRT ബേസ് ചെയ്തിട്ടും അതുപോലെ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ലെവലിൽ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്കറിയാം നമുക്ക് ഇതാണോ അതാണോ എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ലെവലിൽ ക്വസ്റ്റ്യൻ വരുമ്പോൾ സംശയങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെ മേഖലയിൽ നിന്നാണ് PSC എപ്പോഴും കൺഫ്യൂസിങ് ഫാക്ട്സ് ആയിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ലെവലിൽ ക്വസ്റ്റ്യൻ ഇടുന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, തെരഞ്ഞെടുപ്പിച്ചിട്ട് നമ്മൾ ഓരോരോ ക്ലാസ് ആയിട്ട് തരാം. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ടിന് അനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ക്ലാസ്സിന്റെ മൂവ്മെന്റ് എന്ന് പറയുന്നത്. നമ്മൾ ഓരോന്നും ഇപ്പോൾ വൊക്കാബുലറി ഇംഗ്ലീഷ് വൊക്കാബുലറി തന്നുപോയി അതിനൊക്കെ എന്താ പറയുക സപ്പോർട്ട് ഭയങ്കര കുറവാണ്. അപ്പൊ നമുക്ക് ക്ലാസ് ഇടാനുള്ള തന്നെ ആ ഒരു ഇത് എന്താ പറയാ അത് ഇല്ലാതാകുന്ന അവസ്ഥയാണ്. അപ്പൊ ഇതൊന്നും നിങ്ങൾ എത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ അപ്പൊ ഇതേപോലെ നിങ്ങൾക്ക് എങ്ങനെ സ്റ്റേറ്റ്മെന്റ് ലെവലിൽ PSC ചോദിച്ചാലും നമുക്കത് ആൻസർ ചെയ്യാൻ കഴിയുന്ന ഏരിയാസ് എന്ത് ചെയ്യും, അതിപ്പോ എല്ലാതും നമുക്ക് ഏതൊക്കെ സിലബസ് പഠിക്കാനുണ്ടോ സിലബസിലെ ആ എല്ലാ ഏരിയയിലും കൺഫ്യൂസിംഗ് ആയിട്ട് വരുന്ന കുറേ ഭാഗങ്ങളുണ്ട്. ആ ഭാഗങ്ങൾ എന്ത് ചെയ്യാം, ക്രോഡീകരിച്ച് തരുമ്പോൾ നമ്മുടെ സിലബസ് ഒക്കെ എങ്ങനെയാകും നമുക്ക് വൃത്തിക്ക് അങ്ങോട്ട് പഠിക്കാനും പറ്റും. സ്റ്റേറ്റ്മെന്റ് ലെവലിൽ ചോദിച്ചാൽ നമുക്കത് നല്ല രീതിയിൽ തെറ്റാതെ തന്നെ ആ സ്റ്റേറ്റ്മെന്റ് നമുക്ക് മുഴുവനായിട്ട് മാർക്ക് വാങ്ങിക്കാനും നമുക്ക് കഴിയും. ഓക്കെ, ഇന്ന് നമ്മൾ ഒരു ടോപ്പിക് എടുത്തിരിക്കുന്നത് കെമിസ്ട്രിയിൽ നിന്നാണ് കേട്ടോ. കെമിസ്ട്രിയിൽ നിന്ന് ഒരു കൺഫ്യൂസിംഗ് വരുന്ന ഭാഗങ്ങളാണ് എപ്പോഴും നമുക്ക് ഈ മേഖല വരാറുള്ളതാണ്. നമുക്ക് ഇതിലേക്ക് പോകാം, ക്ലാസ്സിലേക്ക് പോകാം കേട്ടോ. തീർച്ചയായിട്ടും കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ബട്ടണും കൂടിയിട്ട് ഒന്ന് എനേബിൾ ചെയ്തിരുന്നേ. ലൈക്ക് ചെയ്ത് ക്ലാസ്സിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം ഒന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. നമ്മൾ ഇന്ന് കൺഫ്യൂസിംഗ് ഫാക്ട്സിൽ പഠിക്കുന്നത് എന്താണ് സ്വേദനം, എന്താണ് ആംശിക സ്വേദനം അല്ലെ. എപ്പോഴും നമ്മൾ എക്സാമിന് കാണാറുള്ള ഒരു ഭാഗമാണ് അല്ലെ. എന്താണ് സ്വേദനം, എന്താണ് ആംശിക സ്വേദനം, പഠിച്ചാലോ. എന്താണ് ഈ സ്വേദനം? നമുക്ക് ആദ്യം സ്വേദനം എന്താണെന്ന് നോക്കാം, എന്നിട്ട് നമുക്ക് ആംശിക സ്വേദനം നോക്കാം കേട്ടോ. ഒന്നാമത്തെ പോയിന്റ് നോക്കിക്കേ, സ്വേദനത്തെ കുറിച്ചിട്ട് ഈ ഒരു 5 പോയിന്റ് നിങ്ങൾ അറിഞ്ഞിരിക്കുക കേട്ടോ. എന്തൊക്കെയാണ് 5 പോയിന്റുകൾ? ഒന്ന് നോക്കിക്കേ, ജലവും അസറ്റോണും കലർന്ന മിശ്രിതം വേർതിരിക്കാനാണ് ഏത് ഉപയോഗിക്കുന്നത്, സ്വേദനം ഉപയോഗിക്കുന്നത്. ഏതാണ് പദാർത്ഥങ്ങളില് അല്ലെ ജലവും അസറ്റോണും കലർന്ന മിശ്രിതം വേർതിരിക്കാൻ ഏത് രീതിയാണ് ഉപയോഗിക്കുന്നത്, സ്വേദനം. മനസ്സിലായോ? അതായത് ഇപ്പൊ ജലത്തിന്റെ തിളനില എത്രയാണ്, 100 ഡിഗ്രി സെൽഷ്യസ് ആണ് അല്ലെ. ജലത്തിന്റെ തിളനില എന്ന് പറയുന്നത് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. അസറ്റോണിന്റെ തിളനില എത്രയാണ്, 56 ഡിഗ്രി സെൽഷ്യസ് ആണ്. അത്രയാണ് 56. അപ്പൊ നല്ല വ്യത്യാസമില്ലേ ഈ 100ഉം 56ഉം തമ്മില്. ഇനി 44 കൂടി ചേർന്നാലാണ് എത്രയാകുള്ളൂ, 100 ആകുള്ളൂ അല്ലെ. അപ്പോ ഇവിടെ തിളനില എന്താണ്, വലിയ വ്യത്യാസമൊന്നും ഇല്ലേ. ജലവും അസറ്റോണും കണ്ടോ 100. അപ്പൊ ജലവും അസറ്റോണും വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗം ഏതാണ്, ജലവും അസറ്റോണും തമ്മിൽ വേർതിരിക്കാൻ എന്താണ് ഉപയോഗിക്കുക, സ്വേദനമാണ് ഉപയോഗിക്കുന്നത്. മനസ്സിലായല്ലോ? 100 ഡിഗ്രി സെൽഷ്യസ് അല്ലെ, 56 ഡിഗ്രി സെൽഷ്യസ്. മനസ്സിലായല്ലോ? ജലവും അസറ്റോണും കലർന്ന മിശ്രിതം വേർതിരിക്കാൻ സ്വേദന മാർഗം ഉപയോഗിക്കുന്നു. രണ്ടാമത്തെ പോയിന്റ് പഠിച്ചേ, ഉപ്പുവെള്ളത്തിൽ നിന്ന് ഉപ്പുവെള്ളം അതൊന്ന് മനസ്സിലാക്കണ്ടേ. ഒരു പാത്രത്തിൽ ഉപ്പുവെള്ളം, ആ ഉപ്പിനെയും വേർതിരിക്കണം ജലത്തിനെയും വേർതിരിക്കണം. ഉപ്പിനോടൊപ്പം ഏത് വേർതിരിക്കണം, ജലവും വേർതിരിക്കണം. ഉപ്പ് വേറെയാക്കണം, ജലം വേറെയാക്കണം. അങ്ങനെ വേർതിരിച്ച് കിട്ടുന്നതിന് നമ്മൾ ഏത് മാർഗമാണ് ഉപയോഗിക്കുക, സ്വേദന മാർഗമാണ് ഉപയോഗിക്കുക. മൂന്നാമത്തത്, മിശ്രിതത്തിലെ ഒരു ഘടകം എങ്ങനെയാണ്, ബാഷ്പീകരണശീലമുള്ളതും മറ്റുള്ളത് സാധാരണ രീതിയിൽ ബാഷ്പീകരിക്കാത്തതും ആയാൽ അവയെ വേർതിരിക്കാനും ഏതാണ് ഉപയോഗിക്കുക, സ്വേദനമാണ് ഉപയോഗിക്കുന്നത്. സ്വേദനം എങ്ങനെയാണ്, മിശ്രിതത്തിലെ ഒരു ഘടകം എങ്ങനെയാണ്, ബാഷ്പീകരണശീലമുള്ളതും. ക്ലാസ് തന്നെ പഠിച്ചു പോകണം കേട്ടോ. മിശ്രിതത്തിലെ ഒരു ഘടകം ബാഷ്പീകരണശീലമുള്ളതും മറ്റുള്ളവയോ സാധാരണ രീതിയിൽ ബാഷ്പീകരിക്കാത്തതും ആയാൽ അവയെ വേർതിരിക്കാൻ സ്വേദനം. ഇനി അടുത്ത പോയിന്റ്, തമ്മിൽ കലരുന്ന ദ്രാവകങ്ങൾ അടങ്ങിയ മിശ്രിതത്തിലെ ഘടകങ്ങൾക്ക് തിളനിലയിൽ
വലിയ വ്യത്യാസമാണ് ഉള്ളതെങ്കിൽ അവ വേർതിരിക്കാനും ഏതാണ് ഉപയോഗിക്കുക? സ്വേദനമാണ് ഉപയോഗിക്കുന്നത്. കുത്തിവെപ്പിനും സ്റ്റോറേജ് ബാക്ടറികളിലും മറ്റും ഉപയോഗിക്കാനുള്ള ഡിസ്റ്റിൽഡ് വാട്ടർ നിർമ്മിക്കാനും ഏതു രീതിയാണ് ഉപയോഗിക്കുക? സ്വേദനമാണ് ഉപയോഗിക്കുക. അപ്പൊ ഈ 5 പോയിന്റ് പഠിച്ചാൽ സ്വേദനത്തിൽ നിന്ന് സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻ. ഇപ്പൊ സ്വേദനം അംശീയ സ്വേദനം തമ്മിൽ എന്ത് ചെയ്യും? ഇടയിൽ മിക്സഡ് ആക്കി തരും ഒരു സ്റ്റേറ്റ്മെന്റ് ലെവലാകുമ്പോൾ. അപ്പൊ നമുക്ക് അത് തിരിച്ചറിയണ്ടേ? അപ്പൊ ഇതിലെ സ്വേദന മാർഗങ്ങൾ തിരിച്ചറിയുക എന്ന് പറഞ്ഞിട്ട് തന്നാൽ നമുക്ക് അറിയണം അല്ലേ? രണ്ടിന്റെയും വ്യത്യാസം എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. ഈ 5 പോയിന്റ് പഠിച്ചോ? ജലവും അസറ്റോണും കലർന്ന മിശ്രിതം വേർതിരിക്കാൻ. അതായത് ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ ജലവും അസറ്റോണും 100 ഡിഗ്രി 56 ഡിഗ്രി എന്നൊക്കെ തന്നൂല്ലേ? എന്താണ് ഇത് വ്യത്യാസം? 44 ഡിഗ്രിയുടെ വ്യത്യാസം ഇവിടെ വന്നിട്ടുണ്ട് അല്ലേ? തിളനിലയിൽ വലിയ വ്യത്യാസമാണ്. കണ്ടോ ഇവിടെ പറഞ്ഞില്ലേ നമ്മള് തിളനിലയിൽ വലിയ വ്യത്യാസം ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞില്ലേ? അതാണ് ജലവും അസറ്റോണും. ഇനി ഉപ്പ് വെള്ളത്തിൽ നിന്ന് ഉപ്പിനോടൊപ്പം ഏതും വേർതിരിക്കണം? ജലവും വേർതിരിക്കണം. അത് കിട്ടാൻ വേണ്ടിയിട്ടും എന്ത് ഉപയോഗിക്കാം? സ്വേദന മാർഗമാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ മിശ്രിതത്തിലെ ഒരു ഘടകം ബാഷ്പീകരണശീലമുള്ളതും മറ്റുള്ളത് സാധാരണ രീതിയിൽ ബാഷ്പീകരിക്കാത്തതുമായാൽ അവയെ വേർതിരിക്കാനും ഏതാണ് ഉപയോഗിക്കുന്നത്? സ്വേദനമാണ് ഉപയോഗിക്കുന്നത്. ഇനി തമ്മിൽ കലരുന്ന ദ്രാവകങ്ങൾ അടങ്ങിയ മിശ്രിതത്തിലെ ഘടകങ്ങൾക്ക് തിളനിലയിൽ വലിയ വ്യത്യാസമാണ് ഉള്ളെങ്കിൽ അവ വേർതിരിക്കാൻ സ്വേദനം. കുത്തിവെപ്പിനും സ്റ്റോറേജ് ബാക്ടറികളിലും ഒക്കെ ഉപയോഗിക്കാവുന്ന ഏത് വാട്ടറാണ്? ഡിസ്റ്റിൽഡ് വാട്ടർ നിർമ്മിക്കാനും ഏത് മാർഗമാണ് ഉപയോഗിക്കുന്നത്? സ്വേദന മാർഗമാണ് ഉപയോഗിക്കുന്നത്. എന്താണ് ആംശിക സ്വേദനം? അടുത്ത നമുക്ക് ആംശിക സ്വേദനത്തെ കുറിച്ച് പഠിക്കാം. മിശ്രിതത്തിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളുടെ തിളനിലകൾ തമ്മിൽ ചെറിയ വ്യത്യാസമാണ് ഉള്ളതെങ്കിൽ അവിടെ ആംശിക സ്വേദനമാണ്. നോക്കിക്കേ, എഥനോളും മെഥനോളിന്റെയും തിളനില നമ്മൾ അവിടെ ജലവും അസറ്റോണും പറഞ്ഞു അല്ലെ? ഇവിടെ എങ്ങനെയാണ്? എഥനോളും മെഥനോളും. എഥനോളിന്റെ തിളനില 78, മെഥനോളിന്റെ തിളനില 65 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പൊ ഇവ തമ്മിൽ കുറച്ചല്ലേ വ്യത്യാസമുള്ളൂ? തിളനിലകൾ തമ്മിൽ 65, 5 ലെ 70, 8 × 10 13 ഡിഗ്രിയുടെ വ്യത്യാസമുള്ളൂ. പക്ഷെ അപ്പൊ എന്താണ് തിളനിലകൾ തമ്മിൽ ചെറിയ വ്യത്യാസമുള്ളൂ. നമ്മൾ അവിടെ പറഞ്ഞത് 44 ഡിഗ്രി വ്യത്യാസമാണ്. അപ്പൊ തിളനിലകൾ തമ്മിൽ എന്താണ്? വലിയ വ്യത്യാസമുണ്ട് അല്ലെ അവിടെ? പിന്നെ രണ്ടാമത്തെ പോയിന്റ് നോക്കിയേ, ക്രൂഡ് ഓയിലിൽ നിന്ന് പെട്രോള്, ഡീസല്, മണ്ണെണ്ണ, നാഫ്ത തുടങ്ങിയ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വേർതിരിക്കാനും ഏത് മാർഗമാണ് ഉപയോഗിക്കുന്നത്? ആംശിക സ്വേദനമാണ് ഉപയോഗിക്കുന്നത്. അടുത്തത് ഈ ആംശിക സ്വേദനത്തിലുണ്ടല്ലോ, ഈ ആംശിക സ്വേദന മാർഗത്തില് ആവർത്തിച്ചിട്ടുള്ള സാന്ദ്രീകരണവും ബാഷ്പീകരണവും, ആവർത്തിച്ചിട്ടുള്ള സാന്ദ്രീകരണം അതുപോലെ ആവർത്തിച്ചിട്ടുള്ള ബാഷ്പീകരണം ഇതൊക്കെ നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? ഫ്രാക്ഷനേറ്റിംഗ് കോളത്തിൽ വെച്ചിട്ടാണ് കേട്ടോ. ഫ്രാക്ഷനേറ്റിംഗ് കോളത്തിൽ വെച്ചിട്ടാണ്. അപ്പൊ ഈ 3 കാര്യങ്ങൾ ഏത് പഠിക്കുക? ആംശിക സ്വേദനത്തിൽ പഠിച്ചു വെക്കുക. മിശ്രിതത്തിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളുടെ തിളനിലകൾ തമ്മിൽ ചെറിയ വ്യത്യാസമാണെങ്കിൽ ആംശിക സ്വേദനം. അത് ഏതാണ് ഉദാഹരണം? എഥനോളും മെഥനോളും വേർതിരിക്കുന്നത്. ക്രൂഡ് ഓയിലിൽ നിന്ന് പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ, നാഫ്ത തുടങ്ങിയ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വേർതിരിക്കാനാണ് ആംശിക സ്വേദനം. ആവർത്തിച്ചിട്ടുള്ള സാന്ദ്രീകരണവും ബാഷ്പീകരണവും നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ് ആംശിക സ്വേദനത്തില്? ഫ്രാക്ഷനേറ്റിംഗ് കോളമാണ്. ഇപ്പൊ നമ്മള് ഞാൻ കണക്ട് ചെയ്തത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇപ്പൊ നമ്മൾ സ്വേദനം എന്ന് ഇങ്ങനെയല്ലേ എഴുതുന്നത്? സ്വേദനം ഇങ്ങനെ എഴുതും, ആംശിക സ്വേദനം ഇങ്ങനെ എഴുതും അല്ലേ? ഇതിലെ ചെറിയ സെന്റൻസ് ഏതാണ്? സ്വേദനമാണ് ചെറിയ സെന്റൻസ് അല്ലെ? സ്വേദനം 3 അക്ഷരമേ ഉള്ളൂ അല്ലെ? ആംശിക സ്വേദനം 6 അക്ഷരം വരുന്നുണ്ട് അല്ലെ? അപ്പൊ ഈ സ്വേദനം എന്ന് പറയുന്നത് ചെറിയ വാക്കല്ലേ? ചെറിയ വാക്ക്. ആംശിക സ്വേദനം വലിയ വാക്കാണ് അല്ലെ? വലിയ സെന്റൻസ് അല്ലേ? സ്വേദനം ചെറിയ സെന്റൻസ്, ആംശിക സ്വേദനം വലിയ സെന്റൻസ് ആണ്. അപ്പൊ സ്വേദനം ചെറിയ സെന്റൻസ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ വലിയ വ്യത്യാസം കൊടുക്കാം അല്ലെ? നമ്മൾ തിളനിലകൾ തമ്മിൽ വലിയ വ്യത്യാസം ഓപ്പോസിറ്റ് കൊടുത്താൽ മതി. ഇനി ഞാൻ എനിക്കിത് എപ്പോഴും കൺഫ്യൂഷൻ ആണ്. സ്വേദനവും ആംശിക സ്വേദനവും അവിടെയാണോ തിളനില ചെറുത് ഇവിടെയാണോ വലുത് എന്നുള്ളൊരു കൺഫ്യൂഷൻ ആയിരുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഈ സ്വേദനം എന്ന് പറയുന്നത് ചെറിയ സെന്റൻസ് ആണ്. അപ്പൊ അവിടെ തിളനിലകൾ തമ്മിൽ വലിയ വ്യത്യാസം കൊടുക്കാം. ആംശിക സ്വേദനം എന്നുള്ളത് വലിയ സെന്റൻസ് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ തിളനിലകൾ തമ്മിൽ ചെറിയ ഇത് കൊടുക്കാം എന്ന് മനസ്സിലാക്കിയപ്പോ പിന്നെ ഇപ്പൊ ഓക്കെ. ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും എന്താണ്? നെഗറ്റീവ് വരില്ല, ഉത്തരം അറിയും. അപ്പൊ തിളനിലകൾ തമ്മിൽ സ്വേദനം ചെറിയ സെന്റൻസ് അല്ലേ? അപ്പൊ അവിടെ തിളനിലകൾ തമ്മിൽ വലിയ വ്യത്യാസമാണ് എന്ന് മനസ്സിലാക്കുക. ആംശിക സ്വേദനം വലിയ സെന്റൻസ് ആണ്, അതുകൊണ്ട് തിളനിലകൾ തമ്മിൽ ചെറിയ വ്യത്യാസമാണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. നിങ്ങൾ ഇതിലേക്കാൾ മനസ്സിൽ ഉറപ്പിച്ച് വെച്ചിട്ടുണ്ടാവും. ഞാൻ ചിലപ്പോൾ കൺഫ്യൂഷൻ ഉള്ളവരുണ്ടെങ്കിൽ സ്വീകരിച്ചാൽ മതി കേട്ടോ. തീർച്ചയായിട്ടും ക്ലാസ്സിൽ ഇഷ്ടപ്പെടുകണേ. ഇതേപോലെ ഇങ്ങനെ എന്താണ് ഒരു കൺഫ്യൂസിങ് വരുന്ന കുറേ ഭാഗങ്ങളുണ്ട്. അപ്പൊ ജോഗ്രഫിയിലൊക്കെ പിന്നെ ഇഷ്ടം പോലെ കിടക്കുന്നുണ്ട്. അപ്പൊ അത് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യാം. നമുക്ക് ക്ലാസ്സുകൾ കൊണ്ടുപോകാം. നിങ്ങളുടെ സപ്പോർട്ടിനനുസരിച്ച് ക്ലാസ്സുകൾ നമുക്ക് അതിനനുസരിച്ച് മുൻതൂക്കം കൊടുക്കാം ഓരോ ടോപ്പിക്കിന്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു. ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടി ജോയിൻ ചെയ്യണം കേട്ടോ. ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണേ. താങ്ക് യു.